ഹായ് ഫ്രണ്ട്സ്, ദേശീയസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണ് സവോളയുടെ വില ഇങ്ങനെ കുതിച്ചുയരുന്നത് അല്ലേ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെ സവോള വലിയ ഉള്ളി ഇല്ലാണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ദേശീയസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ, നിങ്ങൾക്ക് കുക്കിങ്ങും DIYയും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാനിനി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും മിസ്സാവാണ്ടിരിക്കും ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മുട്ടക്കറി നമുക്ക് വളരെ ഈസി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചീനിച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 6 വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 3 പച്ചമുളക് ഇങ്ങനെ നടുക്കൂടെ അരിഞ്ഞ് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുവാണ്. കുറച്ച് കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മസാലാസ് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്, ടർമറിക് പൗഡർ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് വഴറ്റുക. അതിൻ്റെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ റോ ടേസ്റ്റും കൂടെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്യാം. 3 തക്കാളി, 3 അത്യാവശ്യം വലിയ സൈസിലുള്ള 3 തക്കാളി അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. മൊത്തം നമുക്കൊരു 5 തൊട്ട് 6 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരും. എപ്പോഴും ഫ്ലെയിം ഇടുമ്പോൾ മീഡിയത്തിലിട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. 4 മുട്ട എടുത്തിട്ട് അതിനെ 2 ആയിട്ട് മുറിച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ പീസ് മുട്ടയായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് മുട്ട ഇതിലോട്ട് ഇട്ടതിന് ശേഷം പിന്നെ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ പീസിലൊക്കെ നല്ല ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈസി എഗ് കറി തയ്യാറായിട്ടുണ്ട്. നമ്മളിതിൽ ഉള്ളിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ദോശയാണോ ചപ്പാത്തിയാണോ അല്ലെങ്കിൽ റൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.